ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ്. പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളക് കൃഷിയെക്കുറിച്ചാണ്. കുറ്റിക്കുരുമുളക് നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മളിവിടെ ചെയ്യുന്നത് കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുരുമുളക് ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു കണ്ടൽ സ്വഭാവമുള്ള ചെടിയാണ്. അതുകൊണ്ട് നല്ല മഴ ഉള്ള പ്രദേശത്താണെങ്കിൽ പോലും നമുക്ക് കുരുമുളകിൻ്റെ ചീച്ചിൽ, ഋതുവാട്ടം തുടങ്ങിയ രോഗങ്ങളൊക്കെ നമുക്ക് ഈ കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇല്ലാതാവും. കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊളുബ്രീനം തിരഞ്ഞെടുക്കേണ്ട കുറേ മെത്തേഡുകളുണ്ട്. അതായത് ഏത് കൊളുബ്രീനം എടുക്കണം, ഏത് സൈസിലുള്ളത് എടുക്കണം എന്നതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും കാണാം. പിന്നെ എല്ലാവരും ഈ കുറ്റിക്കുരുമുളകിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരു ചെടിയിൽ നിന്ന് എത്രയാണ് ഈൽഡ് ലഭിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയത്തും ഏത് സീസണിലും കായ്ക്കുന്ന ഒരു ചെടിയാണ് കുറ്റിക്കുരുമുളക്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴുക്കുന്നതിനനുസരിച്ച് ഇത് പറിച്ച് വെക്കലാണ്. എന്നിട്ട് കുരുമുളക് ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ചെടിയിൽ നിന്ന് എത്ര കിട്ടുന്നു എന്നുള്ളത് കണക്ക് കൂട്ടാറില്ല. പിന്നെ പലതും പല ഏജിലുള്ള ചെടികളാണ്. ചിലപ്പോൾ ഒരു വർഷമുള്ള ചെടികളായിരിക്കും, അല്ലെങ്കിൽ 2 വർഷത്തെ ചെടികളായിരിക്കും. പല ഏജിലുള്ള ചെടികളും പലതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളും കൂടിയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ചെടിയിൽ നിന്ന് എത്ര കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല. കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കമ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ കുരുമുളകിൻ്റെ കമ്പ് നമ്മൾ എടുക്കുമ്പോൾ വി ഷേപ്പിലോ അല്ലെങ്കിൽ വൈ ഷേപ്പിലോ ഉള്ള കുരുമുളകിൻ്റെ കമ്പുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ബ്രാഞ്ചായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തുനിന്ന് വേണം നമ്മൾ ഇങ്ങനത്തെ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കേണ്ടത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഗേളുബ്രീനത്തിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും നല്ല കരുത്തുള്ള ഇത് വേണം, തിരിയൊന്നും പാടില്ല. തിരി വരുന്നുണ്ട്. ഗേളുബ്രീനത്തിൽ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതാണിത്. ഇത്ര നല്ല കരുത്തുള്ള കമ്പ് എടുക്കാൻ പാടുള്ളൂ, ഇത്ര ഇതിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അതെങ്ങനെ മനസ്സിലാവുക? അത് മനസ്സിലാവുന്നത് ഇത് കണ്ടോ, ഇത്രയും നല്ല കരുത്തുള്ള ഇതാ. ഇതിൽ മൂപ്പ് കൂടാൻ പാടില്ല. ഇത് പാകത്തിലുള്ളൊരു മൂപ്പാണ്. കുരുമുളകിൻ്റെ കമ്പ് എടുക്കുകയാണെങ്കിൽ ഇത് ഈ മൂപ്പിലുള്ള കമ്പ് എടുക്കുക, ഈ മൂപ്പിലെ കമ്പ് എടുക്കുക, ഈ മൂപ്പിലുള്ള കമ്പ്. ഇത് കുറ്റിക്കുരുമുളകിന് വേണ്ടിയിട്ടുള്ള കമ്പാണ്. ഓക്കെ, അതിലേക്കാണ് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇതാ ഇതേപോലത്തെ ഗേളുബ്രീൻ എടുക്കുക. ഇതേപോലെ ഗേളുബ്രീൻ എടുത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മൂപ്പ് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ചെയ്യാം, ഇവിടെയും ചെയ്യാം. ഈ 2 ഭാഗങ്ങളിൽ നമുക്ക് ചെയ്യാം. ഏതാ മൂപ്പ് എത്തി എന്നുള്ള എങ്ങനെ മനസ്സിലാവുക? ഇതിങ്ങനെ വളയുന്ന ഒരു ടൈപ്പ്. അത് വളയെന്ന് വെച്ചിട്ട് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് ഉചിതം ഇവിടെ ചെയ്യാനാണ്. ഈ മൂപ്പിൽ, ഇതേ മൂപ്പിൽ. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വേരുപിടിപ്പിച്ചെടുക്കാം ബാക്കിയുള്ള ഭാഗം. അപ്പോൾ ഇത് കണ്ടോ, ഇതിലും ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ഇതാണ് മൂപ്പ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് ഏറ്റവും സ്പീഡിൽ നമുക്ക് മുളച്ച് കയറി വരുന്നത് ഇതിനെ ഇങ്ങനെ നിർത്തി നമ്മൾ ഇതിനിതാ ഇങ്ങനെ മുകളിലോട്ട് ചെത്തുക. മുകളിലോട്ട് എത്തുമ്പോൾ ശരിക്ക് ചട്ടകം പോലെ ആക്കുക. ഇത്ര കാണിച്ചു കൊടുക്കുക. ഇതേ കണ്ടീഷനിൽ ഇതേപോലെ ആക്കുക. ഇലകൾ ഇങ്ങനെ പകുതി വെച്ച് എന്നിട്ട് നമ്മളിതിനെ ലെവൽ ചെയ്യാം. ഇതേപോലെ ലെവൽ ചെയ്തിട്ട് നമ്മൾ ഇതിനെ
ഇതേപോലെ ഇറക്കുക. ഇതേപോലെ ഇറക്കിയിട്ട് നമ്മൾ ഇതിനെ ഈ വിടവ് കണ്ടില്ലേ, ഇങ്ങനെ ഈ കണ്ടീഷനിൽ ഇങ്ങനെ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ നിർത്തുക. ഇങ്ങനെ നിർത്തിയിട്ട് വേണം നമ്മൾ ബെഡിങ് ടാപ്പ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളിത് ഇവിടെ വെട്ടി ഉണ്ടാക്കുന്നതാണ്. ഇതാ മുകളിലോട്ടൊക്കെ ചുറ്റിക്കൊണ്ടുവന്നിട്ട് അതേ രീതിയിൽ തന്നെ താഴോട്ടൊക്കെ ചുറ്റിക്കൊണ്ടുവന്ന് ഇച്ചിരി ടൈറ്റിൽ എന്നിട്ട് ഇവിടെ വന്നിട്ടൊരു കെട്ടിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിന് നല്ല തണലുള്ള സ്ഥലത്തേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ മതി. നനച്ചു കൊടുക്കുക. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഇതിന് നനച്ചു കൊടുക്കുക. ചൂട്ടിൽ നനച്ചു കൊടുക്കുക, ഇതിൻ്റെ തണ്ടിൽ കൂടി നനച്ചു കൊടുക്കുക. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതിൽ കായ് പിടിച്ചതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കായ് പിടിച്ചത് ചെയ്ത് വെച്ച ഒരു കൊടിയാണ്. ഇതിലിപ്പോൾ തിരി വന്ന് ഈ കണ്ടീഷനായി. ഇതിപ്പോൾ എത്ര മാസം കൊണ്ട് തിരിയിട്ടതാ? ഇത് നമ്മൾ ചെയ്തിട്ടൊരു 3-ാം മാസം. ഇത് തിരിയിട്ടിരിക്കുന്നത് 2 മാസമായിട്ടുള്ളൂ. 2 മാസം. ഇതൊക്കെ ബുഷ് പേപ്പർ ആയിട്ട് ഇതൊക്കെ ബുഷ് പേപ്പർ. കേറ്റവള്ളി ഇതാണ് നമ്മൾ ചെയ്തു വെച്ചത്. ഇത് അടി കൂടെ പോകുന്ന കേറ്റവള്ളി നമ്മൾ ചെയ്തു വെച്ചതാണ്. അടി കൂടെ പോകുന്ന റണ്ണർ സൂട്ടർ. ഇത് കേറ്റവള്ളിയാണ് നമ്മൾ ലെയറിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പിന്നെ വേര് പിടിച്ചതിന് ശേഷം 2-ാം മാസം ഇതിൽ തിരി വന്നു. തിരി വരും. തിരി വന്ന് ഇത് കാണിച്ചു. തിരി വന്നിരിക്കുന്നത് ഇതാ. ഇതേപോലെ നമ്മൾ കരുത്തില്ലാത്തതിൻ്റെ ഇതിൽ ചെയ്താൽ നമുക്ക് ഇതേപോലെ വളർച്ച കിട്ടില്ല. ഇതൊക്കെ കരുത്തുള്ളത്. ഈ കരുത്ത് കുറഞ്ഞാൽ നമ്മൾ ചെയ്യരുത്. ഗ്രാഫ്റ്റ് ചെയ്യാനെടുത്ത കൊളുബ്രീനം നമ്മൾ 5-7 കവറിലായിരുന്നു വെച്ചിരുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം പോട്ടി മിക്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് അതിലാണ് കൊളുബ്രീനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളക് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ മറ്റൊരു കവറിലേക്ക് മാറ്റണം. അത് 6-8 കവറിലേക്ക് മാറ്റി നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാറ്റി നടുമ്പോൾ നമ്മൾ അതിലും എന്താക്കണം, പോട്ടി മിക്സ് ചെയ്തിട്ട് വേണം നടാൻ. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നല്ല കരുത്തോടെ കുരുമുളക് തൈകൾ വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറ്റിക്കുരുമുളക് കൃഷി വളരെ ലാഭകരമായ, വളരെ എളുപ്പത്തിലും ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് എൻഡ് സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ അത് പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കുറ്റിക്കുരുമുളക് കൃഷിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇതിൻ്റെ കരുത്തുണ്ട്. ഇതിപ്പോൾ അധികം ആയിട്ടില്ല ചെയ്തിട്ട്. ഇതാണ് ഈ കെട്ടൊക്കെ കണ്ടാൽ അറിയാം. ഈ കെട്ട് കാണുന്നത് ഇതുണ്ടല്ലോ, ഇതിൻ്റെ വളർച്ച ഉണ്ടോ. ഇതങ്ങനെ പൊട്ടാസ്യം മിശ്രിതമാക്കിയിട്ട് മാറ്റുമ്പോൾ ഇനി നമ്മൾ വലിയ കവറിലേക്കോ ചട്ടിയിലേക്കോ ചട്ടിയിലേക്കോ നിലത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച അത് സ്പീഡിലാവുകയാണ്. അപ്പോൾ ഇത് പിന്നീട് നമ്മൾ കൊടുക്കുന്ന മിശ്രിതം ഇത് തന്നെ ഇട്ടിട്ട്, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മിശ്രിതം ഇട്ട് നിറച്ചിട്ടാണ് നമ്മൾ തൈകൾ നടുന്നത്. നട്ട് കഴിഞ്ഞ ശേഷം ഒരു 17 ദിവസം കഴിഞ്ഞാൽ ഇത് നമ്മൾ കലക്കി ഒഴിക്കുകയും ചെയ്യും, സ്പ്രേയും കൊടുക്കും. അപ്പോൾ ഇതിന് വളർച്ച കൂടുകയാണ്. അങ്ങനെയാണ് ഇത്രയും കരുത്തിൽ ഇത്രയും വളർച്ച. 17 ദിവസം കൂടുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ പച്ചിലവളം ഡയലൂട്ട് ചെയ്തിട്ട് അത് ഫോളിയാർ സ്പ്രേ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ കുരുമുളകിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ പരിചരിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഈൽഡ് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ
ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.